നമ്മൾ ഈ തെരുയിലൂടെ വരുമ്പോൾ എല്ലാം വളരെ പ്രത്യേകതയുള്ള സ്ത്രീരൂപങ്ങളാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഒറിജിനൽ രൂപം എന്തായിരിക്കും നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. പെരിഫറൽ ബ്യൂട്ടിക്ക് അങ്ങേയറ്റം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നഗരം കൂടിയാണ് ഇസ്താംബുൾ. അതിൻ്റെതായ വർണ്ണവെറി, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനും പലയിടങ്ങളിലും ഉണ്ട് താനും. കുന്നിറങ്ങി നടക്കുമ്പോൾ ഒരു വെള്ളക്കാരി അവരുടെ ബാക്ക് പാക്കിൽ നിന്നും വളരെ വൈദഗ്ധ്യത്തോടെ അവരുടെ വാലറ്റ് അടിച്ചു മാറ്റുന്ന ഒരു മോഷ്ടാവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് തന്നെ. നമസ്കാരം, എൻ്റെ പേര് രമ്യ എസ് ആനന്ദ്. പത്തനംതിട്ടയിലെ തെങ്ങുമം സ്വദേശിനിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ തുർക്കിയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. യാത്രയും വായനയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് എൻ്റെ സഞ്ചാരത്തിൻ്റെ ഒരു ഉൾപ്രേരകം തന്നെ. കുട്ടിക്കാലം മുതൽ നല്ല വായനയുണ്ടായിരുന്നു. ആ വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകളാണ് എൻ്റെ കൂടുതലും. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച് പാലക്കാടൻ ഉൾനാടൻ ഗ്രാമമായ തസ്രാക്ക് തേടിപ്പോയതും, മിലൻ കുന്ദേരയുടെ അൺബിയറബിൾ ബീയിങ് ഓഫ് ലൈറ്റ്നസ് വായിച്ച് പ്രാഗ് തേടിപ്പോയതും ഒക്കെ യാത്രയിലെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. തുർക്കിയിലേക്കുള്ള യാത്ര ശ്രീ ഓർഹാൻ പാമുക്കിന്റെ മൈ നെയിം ഈസ് റെഡ്, ഇസ്താംബിൾ, ദി മെമ്മറീസ് ആൻഡ് ദി സിറ്റി, ദി മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്നീ 3 പുസ്തകങ്ങൾ വായിച്ചാണ്. ഈ 3 പുസ്തകങ്ങളിലും ഇസ്താംബുളും ആ നഗരവും ബോസ്ഫറസ് കടലിടുക്കും എല്ലാം ചേർന്നുള്ള ടർക്കിയുടെ ആ ഒരു ബൃഹത്തായ സംസ്കാരമായിരുന്നു പ്രതിഫലിച്ചിരുന്നത്. യാത്രാ പങ്കാളി തന്നെയാണ് ജീവിത പങ്കാളിയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഹസ്ബൻഡും കൂടി ഇസ്താംബുളിലേക്ക് വളരെ പെട്ടെന്നാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം രണ്ടുപേർക്കും ജോലി തിരക്കുകളുണ്ടായിരുന്നു. അതിനിടയിൽ കൂടുതൽ ചിന്തിക്കാതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടായത്. ഈ വിസ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായത്. പക്ഷേ പ്രൊസീജിയർ നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ രണ്ടുപേരുടെയും ഷെങ്കൻ വിസയുടെയൊക്കെ കാലാവധി കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഷെങ്കൻ വിസയോ UK വിസയോ US വിസയോ ഉണ്ടെങ്കിൽ ഈ വിസ ലഭ്യമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ വിസയുടെ അങ്ങനെയുള്ള എല്ലാ വിസ കാലാവധികളും അവസാനിച്ചിരുന്നു. അപ്പോൾ ഒരു 10 ബിസിനസ് ഡേയ്സ് വേണ്ടുന്ന ഒരു പ്രോസസ്സ്, VFS വഴി അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു ടർക്കി ഇസ്താംബുളിലേക്കുള്ള വിസ. അപ്പോഴാണ് യാത്രയിൽ പരിചയപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട IFS ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള ഒരു സുഹൃത്ത് വളരെ പെട്ടെന്ന് സഹായിക്കുകയും മുംബൈയിലെ ടർക്കിഷ് കോൺസുലേറ്റിൽ നിന്നും 3 ബിസിനസ് ഡേയ്സിനുള്ളിൽ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ ഒരു അൺസർട്ടനിറ്റിയിലാണ് ഞങ്ങളുടെ ആ ഒരു യാത്ര ആരംഭിച്ചത് തന്നെ. പിന്നീട് യാത്രാ ദിവസം എത്തി. കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇൻഡിഗോയുടെ, ബജറ്റ് എയർലൈനായ ഇൻഡിഗോയുടെ മിഡ് നൈറ്റ് ഫ്ലൈറ്റ് കാത്തിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ടെൻഷനായി. കാരണം മുംബൈയിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് കിട്ടുമോ എന്ന് ഭയം. അവസാനം ഫ്ലൈറ്റ് എത്തി. മുംബൈയിലെ എയർപോർട്ടിലൊരു മാരത്തൺ ഓട്ടം കാഴ്ചവെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇസ്താംബുളിലേക്കുള്ള ഫ്ലൈറ്റ് ലഭ്യമായത്. അത് എല്ലാ എയർപോർട്ട് ക്രൂവും കാത്തു നിന്ന് ഓടിയാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ ഇസ്താംബുളിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അറ്റാതുർക്ക് എയർപോർട്ടിൽ ഞങ്ങൾ ആ ഒരു പകലിൽ പോയി ഇറങ്ങുകയാണ്. അങ്ങേയറ്റം ബിസിയസ്റ്റായ എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളൊരു ബസ് എടുത്ത് പ്രിയപ്പെട്ട ആ നഗരത്തിലേക്ക് 2 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇസ്താംബുളിലേക്ക് ചെന്നിറങ്ങിയാണ്. മോഡേൺ ഇസ്താംബുളിന്റെ ഹൃദയമായ ടാക്സിം സ്ക്വയറിലേക്കാണ് ഞങ്ങൾ ആ റൂം എടുത്തത്. ഈ ടാക്സിം സ്ക്വയർ ഇസ്താംബുളിന്റെ യൂറോപ്യൻ സൈഡിലാണ്. അപ്പം ഏഷ്യൻ സൈഡും യൂറോപ്യൻ സൈഡുമാണ് ഇസ്താംബുളിന്റെ പ്രത്യേകത. ഈ ടാക്സിം സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ മോഡേൺ ഇസ്താംബുളിന്റെ ഹൃദയം തന്നെയാണ്. അപ്പം ഞാൻ ഈ ഹവാ ബസ്സിലെ എയർപോർട്ടിൽ നിന്നുള്ള ബസ് ഇറങ്ങി ടാക്സിം സ്ക്വയറിലൂടെ നടക്കുകയാണ്. ഈ നടന്നിറങ്ങുമ്പോൾ തന്നെ ആദ്യം ഇസ്താംബുളിലേക്ക് എനിക്കുണ്ടായ അനുഭവം, എൻ്റെ മുന്നിൽ പോകുന്ന ഒരു വിദേശിയായ യുവതിയുടെ, ഒരു ഫോറിനർ, ഒരു വെള്ളക്കാരി, അവരുടെ ബാക്ക് പാക്കിൽ നിന്നും വളരെ വൈദഗ്ധ്യത്തോടെ അവരുടെ വാലറ്റ് അടിച്ചു മാറ്റുന്ന ഒരു മോഷ്ടാവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ പെട്ടിയും തൂക്കിക്കൊണ്ട് ഇസ്താംബുളിൻ്റെ കുന്നിൻ്റെ പുറത്താണ് ഈ നഗരം. ശരിക്കും ഒരു ഉയർച്ച താഴ്ചകൾ ധാരാളമുള്ള ഒരു നഗരമാണ്. അപ്പോൾ ഞാൻ ഈ ഇറങ്ങിയിട്ട് ഈ കുന്നിറങ്ങി നടക്കുമ്പോൾ ഈ മോഷ്ടാവ് വളരെ വൈദഗ്ധ്യത്തോടെ ഈ പേഴ്സ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റിഫ്ലക്സേഷൻ ഈ പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് ഞാൻ പറയുകയും എൻ്റെ സംസാരം കേട്ട്, എൻ്റെ നിലവിളി കേട്ട് ഈ യുവതി തിരിഞ്ഞു നോക്കുകയും ഈ മോഷ്ടാവ് അതേ വൈദഗ്ധ്യത്തോട് തന്നെ അടുത്ത തെരുവിലേക്ക് ഓടി മറയുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ഒരു സിസ്റ്റം മനസ്സിലായി. കാരണം സൗഹൃദമുള്ള, അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന ആളുകൾക്കൊപ്പം തന്നെ ഇങ്ങനെയുള്ള
സ്കാമുകളുടെയും കൂടി ഒരു നഗരം കൂടിയാണ് ഈ ഇസ്താംബുൾ. അപ്പം അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ധാരാളം ഷൂ പോളിഷിങ് സ്കാമ്, നമ്മളെ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തുള്ള സ്കാമ്, അങ്ങനെയെല്ലാം ധാരാളം പിക്ക് പോക്കറ്റിങ് വളരെയധികം ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇസ്താംബുൾ ട്രിപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ പോയതിന് വിഭിന്നമായി ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ 10 ദിവസത്തെ യാത്രയിൽ ഹോസ്റ്റലുകളാണ് ഞങ്ങൾ ആശ്രയിക്കാൻ തീരുമാനിച്ചത്. അപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട വാബി ഹോസ്റ്റലിലേക്ക് പിന്നീടുള്ള 4 ദിവസവും ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതായി തോന്നിയ എൽമഡാക്ക് എന്ന ബസ് സ്റ്റോപ്പിലൂടെ നമ്മൾ നടന്ന് ഈ വാബി ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾക്കായുള്ള ബങ്ക് ബെഡ്, ഓരോ ബങ്ക് ബെഡാണുള്ളത്. അതിൽ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന അതീവ മനോഹരമായ ഹോസ്റ്റൽ റൂം. ഏതാണ്ട് 4 ദിവസത്തേക്ക് 2 പേർക്ക് 10,000 രൂപ മാത്രമാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങി ഫ്രഷായി ഞങ്ങൾ ഉടൻ തന്നെ ഇസ്താംബുൾ നഗരം കാണാൻ ഇറങ്ങിയാണ്. ആദ്യം തന്നെ ഒരു നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ അവിടുത്തെ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാക്സി എടുത്തൊന്ന് പോകാറുണ്ട്. അങ്ങനെ ടാക്സി എടുത്ത് ഞങ്ങൾ ഇസ്താംബുളിൻ്റെ ഏറ്റവും ലോകപ്രശസ്തമായ ഗ്രാൻഡ് ബസാർ എന്ന ആ ഒരു വലിയ മാർക്കറ്റ്, ഷോപ്പിംഗ് പർദീസയിലേക്ക് ചെല്ലുകയാണ്. ആ മാർക്കറ്റ് ഒരു അത്ഭുത ലോകം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു തെരുവ് മാർക്കറ്റ് ലോകത്തെങ്ങും കണ്ടിട്ടേ ഇല്ല. ഏതാണ്ട് 60,000 കടകളും 4 ലക്ഷത്തിലേറെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന 21 ഗേറ്റുകൾ, 16 പ്രവേശന കവാടങ്ങൾ, 61 തെരുവുകൾ, അങ്ങനെ വലിയ വലിയ റെക്കോർഡുകളുള്ള ഒരു വമ്പൻ സ്ഥലം. ഗ്രാൻഡ് ബസാറിന്റെ വിശാലതയിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ കാശ്മീരി സ്വദേശിയായ സലാമിനെ പരിചയപ്പെട്ടത്. സലാം കാശ്മീരിലെ പഹൽഗാം സ്വദേശിയാണ്. കാശ്മീരിനെ എപ്പോഴും സ്വപ്നം കാണുന്ന സലാം. പിതാവിന്റെ കാലം തൊട്ടേ അദ്ദേഹം ഈ ഇസ്താംബുളിലെ ഈ മാർക്കറ്റിൽ തന്നെയാണ് താമസിക്കുന്നതും അവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ കാർപ്പറ്റ് കച്ചവടവുമായി അദ്ദേഹം പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ചെറിയ കാർപ്പറ്റൊക്കെ വാങ്ങിച്ച് കാശ്മീരിൻ്റെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഞാൻ അവിടെ നിന്ന് നേരെ പിന്നീട് എമിനോനു എന്ന് പറയുന്ന വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ ഇസ്താംബുളിൻ്റെ ബോസ്ഫറസ് കടലിടുക്കിനോട് ചേർന്നുള്ള എമിനോനു എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ബോസ്ഫറസ് ക്രൂയിസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്ഥലം ഒരു വൈബ്രൻ്റായ സ്ഥലമാണ്. ഒരു 2 തട്ടുള്ള ഗലാട്ട ബ്രിഡ്ജും ധാരാളം ഭക്ഷണശാലകളും മീൻ പിടിക്കുന്ന തെരുവുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ശബ്ദായമാനമായ ഒരു സ്ഥലമാണ്. ഒരു ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ്. എമിനോനുവിൽ നിന്നുള്ള ബോസ്ഫറസ് ക്രൂയിസാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ നിറയെ ഭക്ഷണശാലകളാണെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്നും ഒരു ഭംഗിയുള്ളൊരു പിക്കിൾ സാലഡ്, പക്ഷെ ഒരു രുചി ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള, കാണാൻ എത്ര ഭംഗിയാണ്, ഒരുപാട് ഫ്രൂട്ട്സും എല്ലാം കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു രുചിയായിരുന്നു അതിന്. അത് കഴിച്ച് ഞങ്ങൾ ഈ ക്രൂയിസിലേക്ക് കയറുകയാണ്. ക്രൂയിസിനകത്ത് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായി. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറം 3 ഫ്രാൻസിൽ നിന്ന് വന്ന 3 യുവതികളാണ്, കുറച്ച് മധ്യവയസ്സ് പിന്നിട്ട ആളുകൾ. ഇവർ 3 പേരും വന്ന് പരിചയപ്പെട്ടു. അതിൽ ഡാനിയേലയായിട്ട് ഞാൻ നല്ല കൂട്ടായി. ഡാനിയേല നോർത്ത് ഫ്രാൻസിലെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. കൂടെയുള്ള 2 പേരും ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടി എന്നോട് വളരെ സ്നേഹത്തിലായി ഇന്ത്യയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒരു ചെറിയ ഒരു 2-2.5 മണിക്കൂർ നീണ്ട ഒരു സൗഹൃദം ഇന്നും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സ്നേഹത്തിലാണ് ഇപ്പോഴും വിളിക്കുന്നതുമെല്ലാം. ഈ ക്രൂയിസ് ശരിക്കും ഈ ബോസ്ഫറസിൻ്റെ ഒക്കെ 2 കരകളിലുമുള്ള രമ്യഹർമ്മ്യങ്ങൾ, വലിയ മാളികകൾ, അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. ഒരിക്കലും ഇസ്താംബുളിൽ പോയാൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ക്രൂയിസിലുള്ള യാത്ര. രാത്രി വീണ്ടും ഹോസ്റ്റൽ റൂമിലേക്ക് വരികയാണ്. ബങ്ക് ബെഡിനുള്ളിൽ കിടന്ന് തൊട്ടപ്പുറമുള്ള 2 ബെഡിലെയും 2 അമേരിക്കൻ സ്റ്റുഡൻസിൻ്റെ സംസാരം കേട്ട് ഉറങ്ങി. അവർ ഏറ്റവും നല്ല ഡ്രഗ്സ് ഇസ്താംബുളിലെ ഏത് ഏരിയയിലാണ് കിട്ടുന്നത് എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ സൈഡിലാണ് കൂടുതൽ വൈബ്രൻ്റ് എന്നും അവിടെയാണ് കൂടുതൽ നല്ല ഡ്രഗ്സ് കിട്ടുന്നതും എല്ലാം കേട്ട് ഞാനതിങ്ങനെ കേട്ട് ഉറങ്ങി എഴുന്നേറ്റു. അങ്ങനെ ഇസ്താംബുളിലെ ആദ്യത്തെ പ്രഭാതമാണ്. ബാബി ഹോസ്റ്റലിൻ്റെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവുന്നത്. ഒരു ബൊഹീമിയൻ ആംബിയൻസ് ആണ്, ഒരു കോസ്മോപൊളിറ്റൻ കൂടിയാണ്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി ഒരു ഇസ്രയേലി ഒരുമിച്ച് താമസിക്കുന്ന 2 പേര് ഇന്ന് പരിചയപ്പെട്ടു. 2 പേരും ഡോക്ടേഴ്സാണ്. അതിൽ മെയിലായിട്ടുള്ള ആൾ, അത് യുവാവ്, നമ്മളോട് അദ്ദേഹം
ഡൽഹിയിൽ വന്ന കഥ പറഞ്ഞു. ഡൽഹിയിൽ വന്ന അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ, 7 ദിവസം അദ്ദേഹം ഫുഡ് പോയ്സൺ പിടിച്ച് കിടപ്പായി പോയി. പക്ഷേ വലിയ നഗരമാണ് ജയ്പൂർ, വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ ബാധിച്ച് ഹോസ്പിറ്റലായതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊരു ചെറിയ നാണത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷനെ പറ്റിയും കുറച്ചുകൂടെ വൃത്തിയാവേണ്ടതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. യുവതി അതുപോലെ തന്നെ ഇന്ത്യയെ പറ്റി വളരെ ആകാംക്ഷാപൂർവ്വമാണ് ഇതെല്ലാം കേൾക്കുന്നത്. അവിടെ ഒരു വെയിട്രസ് ഉണ്ട്. ആ വെയിട്രസിൻ്റെ പേര് മിറ. അത് ഞാൻ പോയി പരിചയപ്പെട്ടു. അവരൊരു 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. വളരെ അത്യന്താധുനികമായി വസ്ത്രധാരണം ചെയ്ത് വളരെ ചുറുചുറുക്കോടുകൂടി നമുക്ക് ആഹാരം എല്ലാം കൊണ്ടുവന്ന് തരികയും എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു മിടുമിടുക്കിയ ഒരു സ്ത്രീയാണ്. പിന്നീടുള്ള 3-4 ദിവസവും അവരുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറാനായിട്ട് സാധിച്ചു. അവരെ ശരിക്കും മറക്കാനാവാത്തൊരു വ്യക്തിയാണ്. കാരണം തൻ്റെ എത്ര പ്രായം ഉണ്ടെങ്കിലും തൻ്റെ ആ ഒരു അറ്റയറിനൊന്നും ഒരു മാറ്റവും വരുത്താതെ സുന്ദരിയായാണ് അവർ തന്നെ പ്രസന്റ് ചെയ്യുന്നത് തന്നെ. ഇതിനുശേഷം ഞങ്ങൾ നേരെ താഴെ വന്ന് ടാക്സിം സ്ക്വയറിൽ വന്ന് ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എടുത്ത് പോവുകയാണ്. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ബസ്സിൽ ഞങ്ങൾ നേരെ ഈ ഓൾഡ് സിറ്റി ഏരിയ, ഹിപ്പോഡ്രോം എന്നറിയപ്പെടുന്ന സുൽത്താൻ അഹമ്മദ് ഏരിയയിലേക്ക് പോവുകയാണ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സുൽത്താൻ അഹമ്മദ് ഏരിയയിൽ നമ്മൾ പോയി ഇറങ്ങുമ്പോൾ അവിടെ ഏറ്റവും ടർക്കിയുടെ ലാൻഡ്മാർക്കുകളായ ടോപ്പ് കാപ്പി പാലസ്, പിന്നീട് ഈ ബഹയ സോഫിയ, ബ്ലൂ മോസ്ക്, ബസിലിക്ക സിസ്റ്റൈൻ, ഇതെല്ലാം ഈ ഏരിയയിലാണ്. ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് അവിടെ ഒന്നും കയറി പറ്റാൻ പറ്റില്ല. കാരണം അത്രമാത്രം ആൾത്തിരക്കാണ്. തുർക്കിയിലെ സമ്മർ, ഒരു സെപ്റ്റംബർ മാസം ആഘോഷിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ ഒരു തിരക്കാണ് അവിടെ. അപ്പോൾ കുറച്ചു നേരം ശ്രമിച്ചതിന് ശേഷം ഞാൻ ഈ മോണ്യുമെന്റ്, ഇൻട്രസ്റ്റുകൾ ഒരിക്കലും മോണ്യുമെന്റുകളല്ല, തെരുവുകളും അതിലെ മനുഷ്യരുമാണ്. അപ്പോൾ ഞാൻ ഈ ഹിപ്പോഡ്രോം ഏരിയയിൽ അതെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഈ ഏരിയയിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. ഈ ചത്തുരവും ഇവിടുത്തെ തെരുവീഥികളും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ പോകുമ്പോൾ വീണ്ടും ഭക്ഷണശാലകൾ തുടങ്ങുകയാണ്. അപ്പം ഈ ഭക്ഷണശാലകളിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, കുറച്ച് പ്രായമുള്ള ടർക്കിഷ് നമ്മുടെ ഒരു അമ്മമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകളെ ആ ഒരു പ്രത്യേക ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ അണിയിച്ചിരുത്തി അവരവിടെ ഇരുന്ന് ഒരു പ്രത്യേകതയിലുള്ള ചപ്പാത്തി വരുത്തുക. പിന്നെ ഈ ചപ്പാത്തി എന്താണെന്ന് ഞാനൊന്ന് നോക്കി മനസ്സിലാക്കിയപ്പോൾ ഒരു പാൻ കേക്കാണ്, ഗോസ്ലമെ എന്ന് പറയും ഇതിന്. ഈ ഇതിനകത്തിൽ പല രീതിയിൽ പല ഫില്ലിങ്സ് വെക്കാൻ വേണ്ടിയുള്ള ഒരു ഡിഷാണ്. ഈ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ചിലപ്പോൾ അതിനകത്തിൽ ഇളം മാട്ടിറച്ചി അരിഞ്ഞ് ചേർക്കും, ചിലതിൽ ചീസ് ചേർക്കും. അങ്ങനെ ഈ ഒരു ഡിഷ് വിൽക്കാൻ വേണ്ടി അവർ കാണിച്ചിരിക്കുന്ന ഒരു വിൽപ്പന തന്ത്രമാണ് ഈ പ്രായമുള്ള നല്ല സുന്ദരികളായ നമ്മുടെ ഒരു അമ്മമ്മമാരെ കൊണ്ടുവന്ന് ഇരുത്തി അതിങ്ങനെ ഒരു തലയിലൊരു പ്രത്യേക കെട്ടൊക്കെ കെട്ടി നല്ല ഒരു കാഴ്ചയാണത്. ഈ ഏരിയയിൽ നിന്ന് പിന്നെ നമുക്ക് ഏറ്റവും കഴിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടർക്കിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻഫ്ലേഷൻ കാരണം ടർക്കിയിലെ എല്ലാ എൻട്രി ഫീകളും, മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീകളും എല്ലാം ഡബിളാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ഇതിൽ കൂടെ നടക്കുമ്പോഴെല്ലാം ഏറ്റവും വില കുറഞ്ഞ ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് നോക്കിക്കൊണ്ട് ഒരു ബിവറേജ് സൂവിനുമാണ് ഇവിടെ ഏറ്റവും വിലക്കുറവ്, 7 ലിറയോ മറ്റോ. ഞാൻ പതുക്കെ അത് വാങ്ങിക്കാമെന്ന് കരുതി ഷോപ്പിൽ ചെന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ നമ്മുടെ പച്ചവെള്ളമായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് അവിടുത്തെ മിനറൽ വാട്ടറാണ്. അപ്പോൾ പിന്നീട് കിട്ടുന്നത് സിമിത്ത് എന്ന് പറയുന്ന ഒരു ബ്രെഡാണ്. അത് കരിമ്പിനീരിൽ മുക്കി എള്ളു പതിച്ച ഒരു ബ്രെഡ്. ഇതാണ് ഞാൻ അവിടെ കൂടുതൽ ആളുകളും കഴിക്കുന്നത് കണ്ടത്. കാരണം അവിടെ പോകുമ്പോഴെല്ലാം ആളുകൾ ഇത് കഴിച്ചുകൊണ്ടാണ് ഈ തെരുവീഥികളിൽ കൂടെ പോകുന്നത്. ഹിപ്പോഡ്രോം ചത്തുരത്തിലെ തെരുവീഥികളിലൂടെ നടന്നതിന് ശേഷമാണ് പിന്നീട് അടുത്ത ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് വന്നു. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ ഇസ്താംബുളിൻ്റെ ലാൻഡ്മാർക്കിൽ മറ്റൊരു ലാൻഡ്മാർക്കിലൊന്നായ 2 വൻകരകളെ ബന്ധിപ്പിക്കുന്ന ആ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ് യാത്ര പോവുകയാണ്. അപ്പം ബസ്സിൻ്റെ മുകളിലത്തെ ഡെക്കിലിരുന്ന് ഞാൻ ഈ കടലിടുക്കുകളെല്ലാം കാണുകയാണ്. ബോസ്ഫറസ് കടലിടുക്കുകൾ, മർമര കടൽ, ഈ ഗോൾഡൻ ഹോൺ എന്ന് പറയുന്ന മറ്റൊരു കടലിടുക്ക്, കരിങ്കടൽ, ഇതിൻ്റെ എല്ലാം മുകളിൽ കൂടിയുള്ള ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയാണിത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി നമ്മൾ പലപ്പോഴും സഫാരി ചാനൽ കൂടി തന്നെ കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൽ കൂടെയുള്ള യാത്ര അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കറങ്ങി കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ സന്ദർശിച്ച ശേഷം ബസ് ടാക്സിം സ്ക്വയറിൽ വന്ന് നിൽക്കുകയാണ്. ടാക്സിം സ്ക്വയറിൽ നിന്ന്
പിന്നെ ഞാൻ പോയൊരു സ്ഥലമാണ് ഇസ്തിക്കൽ സ്ട്രീറ്റ്. ടാക്സിം സ്ക്വയറിൽ നിന്നും ഒരു സ്പൈനൽ കോഡ് പോലെ ഗലാട്ട ടവർ വരെ നീണ്ടു നിൽക്കുന്ന 1.5 കിലോമീറ്റർ ഉള്ള ഒരു ഉഗ്രൻ സ്ട്രെച്ചാണ് ഈ ഒരു തെരുവ്. ഈ യാത്രയിലെല്ലാം ഞാൻ വരുന്ന ആളുകളെല്ലാം കാണുന്നുണ്ട്. ഹോസ്റ്റലിൽ കാണുന്ന ആളുകൾ, ഇവർക്കെല്ലാം തന്നെ ഈ സ്ട്രീറ്റിലെ ആളുകൾക്കെല്ലാം ഞാൻ ഒരു പ്ലാസ്റ്റർ, ചിലരുടെ ചെവിയിലായിരിക്കും പ്ലാസ്റ്റർ, ചിലരുടെ മൂക്കിലായിരിക്കും പ്ലാസ്റ്റർ. പിന്നീട് ഞാൻ ഒരാളോട് ചോദിച്ചത് എന്താണ് ഈ പ്ലാസ്റ്റർ എന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കോസ്മെറ്റിക് സർജറിയുടെ ബാക്കി പത്രങ്ങളാണ്. ഇസ്താംബുളിൽ തന്നെ ഏതാണ്ട് 1500 ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററുകൾ, കോസ്മെറ്റിക് സർജറി സെന്ററുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ദൂരദേശങ്ങളിൽ നിന്നെല്ലാം ഈ കരിങ്കടലിലും ഫെറിയിലും ഏറി ഏതാണ്ട് 8 രാജ്യങ്ങളാൽ തന്നെ ചുറ്റപ്പെട്ടതാണ് ഈ ഇസ്താംബുൾ നഗരം എന്ന് പറയുന്നത് തന്നെ. നമ്മൾ ഈ തെരുവിലൂടെ വരുമ്പോൾ എല്ലാം വളരെ പ്രത്യേകതയുള്ള സ്ത്രീരൂപങ്ങളാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഒറിജിനൽ രൂപം എന്തായിരിക്കും നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അത്രയും മാറ്റങ്ങൾക്ക് വിധേയമായി സൗന്ദര്യത്തിന്, പെരിഫറൽ ബ്യൂട്ടിക്ക് അങ്ങേയറ്റം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നഗരം കൂടിയാണ് ഇസ്താംബുൾ. അതിൻ്റെതായ വർണ്ണവെറി, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനും പലയിടങ്ങളിലും ഉണ്ട് താനും. അത് എനിക്ക് 1-2 സ്ഥലങ്ങളിൽ ഇതുവരെ ഞാൻ എൻ്റെ 26 രാജ്യങ്ങളിലെ അനുഭവങ്ങളിലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച സ്ഥലങ്ങളിലൊന്നായിരുന്നു ഈ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലം. അത് ഒരു പക്ഷേ അവരുടെ ഈ ഒരു ബ്യൂട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കും. ആ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോഴെല്ലാം നല്ല ടർക്കിഷ് കോഫിയുടെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ടർക്കിഷ് കോഫി ഇവരുടെ ഒരു ബിലവഡ് ബിവറേജ് ആണ്. അതിനെപ്പറ്റി ഒരുപാട് രസകരമായ കാര്യമുണ്ട്. അതൊരു കടക്കാരൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നെയാണ്. ടർക്കിയിലെ സ്ത്രീകൾക്ക് നല്ല കോഫി ഹസ്ബൻഡ് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടാണ്. സത്യത്തിൽ അതെനിക്ക് വളരെ ചിരിയുളവാക്കിയൊരു കാര്യമാണ്. എത്രയും മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് നമുക്ക് ഇന്ത്യയിലിരുന്ന് തോന്നിയ ഒരു കാര്യമാണത്. ശബ്ദായമാനമായ ഇസ്തിക്കൽ കടേസിയിൽ നിന്നും ഞാൻ പിന്നീട് പോയത് എൻ്റെ യാത്രയുടെ തന്നെ ലക്ഷ്യമായ ആ മ്യൂസിയം ഓഫ് ഇന്നസെൻസ്, നിഷ്കളങ്കതയുടെ ചിത്രശാല എന്ന മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. ഓർഹാൻ പാമുഖ് തൻ്റെ പുസ്തകത്തോടൊപ്പം തന്നെ സെറ്റ് ചെയ്തൊരു മ്യൂസിയമാണത്. മ്യൂസിയം ഓഫ് ഇയർ അവാർഡ് ലഭിച്ച ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഞാൻ സ്തബ്ധയായി പോയൊരു അനുഭവമാണ്. ഞാൻ ഈ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും ഈ പുസ്തകം തന്നെ ഒരു പ്രണയനഷ്ടത്തിൻ്റെ പുസ്തകമാണ്. ആ മ്യൂസിയം നിറയെ തൻ്റെ കാമുകി ഫുസൂൻ ഉപയോഗിച്ചിരുന്ന അവളുടെ എല്ലാ വസ്തുക്കളും, അവളുടെ ഗൗണ്, അവളുടെ പല സമാഗമങ്ങളിലും അവളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളുടെ ഒരു എക്സ്പോ തന്നെയാണ് ആ മ്യൂസിയം. ആ മ്യൂസിയത്തിൽ നിന്ന് ഒരു യുവാവ് തൻ്റെ കാമുകിയുടെ തോളിലേക്ക് ചാഞ്ഞ് നിലവിളിക്കുകയാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ ഇങ്ങനെ കരയുന്നത് കാണുന്നത്. ഒരു പക്ഷേ ആ പ്രണയനഷ്ടം അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്യുന്ന തോന്നിക്കാണും. അതുകൊണ്ടാണ് അങ്ങനെ ആർത്ത് കരയുന്ന ഒരു യുവാവിനെ കണ്ടാണ് ഞാൻ ഈ താഴത്തെ നിലയിൽ നിന്നും മ്യൂസിയം ഓഫ് ഇന്നസെൻസിന്റെ മുകൾ നിലയിലേക്ക് പോകുന്നത്. നിഷ്കളങ്കതയുടെ ആ ചിത്രശാല കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടാക്സിം സ്ക്വയറിലേക്ക് വരികയാണ്. ഇവിടെ നിന്നൊരു ട്രാം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ട്രാമിൻ്റെ ഒരു സൗന്ദര്യം അതീവ മനോഹരമാണ്. രാത്രികാലത്ത് ഒരു ഹെറിറ്റേജ് ട്രാമാണ്. ഈ ട്രാം തന്നെ ഇസ്തിക്കൽ സ്ട്രീറ്റിന്റെ നടുക്കൂടെ പോകുന്നതും എല്ലാം വളരെ സുന്ദരമായൊരു ദൃശ്യമാണ്. അപ്പോൾ ഈ ട്രാം സർവീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളന്ന് റൂമിലേക്ക് പോവുകയാണ്. വീണ്ടും ഇസ്താംബുളിലെ ഞങ്ങളുടെ 3ാമത്തെ ദിനം. ഇന്നും ഇസ്താംബുളിലെ സുന്ദരമായ തെരുവുകൾ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊരു ബലാത്ത് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. അതിനെപ്പറ്റി അധികം വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല, അധികം ആരും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബസ് സ്റ്റോപ്പായ എൽമെഡാക്കിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഒരു ബസ്സിലേറി അങ്ങനെ യാത്ര ചെയ്ത് ഒരു തെരുവിലിറങ്ങിയപ്പോൾ ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണം. ധാരാളം പേരോട് വഴി ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് സൈപ്രസുകാരായ 2 ദമ്പതികൾ അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങളുടെ കൂടെ വരാൻ പറയുന്നുണ്ട്. ഇവർക്കൊന്നും ഇംഗ്ലീഷൊന്നും അറിയേയില്ല. ഒരു സ്നേഹത്തിൻ്റെ യൂണിവേഴ്സൽ ഒരു ആംഗ്യഭാഷയിലാണ് നമ്മുടെ സംസാരം. നമ്മളിങ്ങനെ അവരെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ ട്രാമുകളും ബസ്സുകളും എല്ലാം കയറി ഇറങ്ങി ഈ ബലാത്ത് എന്ന് പറയുന്ന ഇസ്താംബുളിലെ ആ സുന്ദരമായ തെരുവിൽ ഇവർ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് യാത്രയെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും പോയി. ഒരു വലിയ സൈപ്രസ് എന്നൊരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ധാരാളം സൈപ്രസുകാർ ഇസ്താംബുളിലേക്ക് കുടിയേറി പാർക്കുന്നുമുണ്ട്. അതിന് ഞങ്ങൾ ഈ ബലാത്ത് സ്ട്രീറ്റ് കണ്ട് സത്യത്തിലെ സുന്ദരമായ ഒരു തെരുവാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയെ അനുസ്മരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഇതൊരു ജൂ സ്ട്രീറ്റാണ്. ജൂതന്മാർ 200 കൊല്ലം പഴക്കമുള്ള വീടുകളൊക്കെ കെട്ടി ആ കാലഘട്ടത്തിൽ ധനാഢ്യന്മാരായ ജൂതന്മാരുടെ ഒരു സെറ്റിൽമെൻ്റ് ആണ് ഈ ബലാത്ത് സ്ട്രീറ്റ്. അപ്പോൾ ഈ കുടകൾ തൂങ്ങിക്കിടക്കുന്ന തെരുവുകളും റെയിൻബോ സ്റ്റെയർ കേസുകളും, അതുമാത്രമല്ല ഗ്രീസിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അതീവ സുന്ദരികളായ പെൺകുട്ടികളും എല്ലാം ചേർന്നുള്ള ഒരു ടൂറിസ്റ്റുകളുടെ ഒരു ബാഹുല്യം തന്നെയാണ്.
ഒരു സുന്ദരമായ തെരുവുകളിലാണ് ഇസ്താംബുളിലെ ഗംഭീരമായ മഴ ഞാൻ കാണുന്നത്. ഒരു ഷോപ്പിനുള്ളിൽ കയറി ഇരുന്ന് ഞങ്ങൾ ആ മഴ ഫുള്ളായിട്ട് കണ്ടു. 1.5 മണിക്കൂർ നീണ്ട കനത്ത മഴയ്ക്കുള്ളിൽ ഞാനൊരു ചെളിക്കുളം പ്രതീക്ഷിച്ചാണ് അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇസ്താംബുളിലെ വെൽ ഡെവലപ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒട്ടും വെള്ളമില്ലാത്ത തെരുവീഥികളും ചാറ്റൽ മഴ പെയ്യുന്ന ആ ഒരു വലിയ റോഡുകളിൽ കൂടി ഞങ്ങൾ വീണ്ടും നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും മഴയൊന്ന് കനക്കുന്നു. അന്നേരം തൊട്ടടുത്തുള്ള ഒരു നല്ല സുന്ദരമായ ഒരു റെസ്റ്റോറൻറ്റിലെ ഓണർ ഞങ്ങളെ കടയ്ക്കുള്ളിലേക്ക് വിളിക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള, നിങ്ങൾ ആ സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് നന്നായിട്ട് മഴ നനയും, ബസ് വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് ഇതിനകത്ത് കയറിയിരുന്നു, നിങ്ങളൊന്നും കഴിക്കണ്ട. അങ്ങനെയൊക്കെയുള്ള സുന്ദരമായ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. കാരണം ഈ മഴയൊക്കെ നനഞ്ഞ് തൊട്ടി നിൽക്കുന്ന ഞങ്ങളെ ആ നല്ല റെസ്റ്റോറൻറ്റിലേക്ക്, നല്ല ചൂടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളിങ്ങനെ തണുത്തങ്ങ് വിറയ്ക്കുക വിളിച്ചു കയറ്റി അവരൊരു നല്ലൊരു സ്ഥലം ഇരിപ്പിടം ഞങ്ങൾക്ക് തന്നു. അതിലൊരു സുന്ദരമായൊരു ചുവരുണ്ട്. ആ ചുവരിൻ്റെ അവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പേരും ഇവിടുത്തെ ഒരു നല്ല മെമ്മറി എല്ലാം ആ ചുമരിൽ എഴുതി പതിപ്പിച്ച ശേഷം വീണ്ടും ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിലേക്ക് തിരിച്ചു വരികയാണ്. ഈ രാത്രിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചത് കപ്പഡോക്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി.